ഈ പ്രായത്തിലും എന്നാ ഒരിതാ പറഞ്ഞു വരുന്നത് മൈക്കൽ ആഡംസിനെ പറ്റിയാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രാൻഡ് മാസ്റ്ററാണ് മൈക്കൽ ആഡംസ്. ഈ ഗെയിം കളിച്ചിരിക്കുന്നത് 2024 ഇംഗ്ലീഷ് ചെസ് ചാമ്പ്യൻഷിപ്പിലാണ്. ഇവിടെ വൈറ്റ് കളിക്കുന്നത് മൈക്കൽ ആഡംസും ബ്ലാക്ക് കളിക്കുന്നത് ഡാനിയൽ ഗോർമലി എന്ന് പറഞ്ഞ പ്ലെയറാണ്. അപ്പോൾ ഇവിടെ മൈക്കൽ ആഡംസ് തുടങ്ങുന്ന മൂവ് പോണിനെ E4 വെച്ചിട്ടാണ്. ബ്ലാക്ക് E6 കളിക്കുന്നു, ഫ്രഞ്ച് ഡിഫൻസ് ആണ്. D4, D5, E5 കളിച്ചൊരു അഡ്വാൻസ് വേരിയേഷൻ ആണ് ഇവിടെ മൈക്കൽ ആഡംസ് കളിക്കുന്നത്. C5 കളിച്ചിട്ട് ആ സെൻട്രൽ പോണിലേക്ക് അറ്റാക്ക് ചെയ്യുന്നു. ആഡംസ് ജസ്റ്റ് C3 കളിക്കുന്നു, നൈറ്റ് C6, നൈറ്റ് F3, ബിഷപ്പിന് D7 കളിക്കുന്നു, ബിഷപ്പ് E2 കളിക്കുന്നു, നൈറ്റിന് E7 ഡെവലപ്പ് ചെയ്യുന്നു, നൈറ്റ് E7. ഇതിൻ്റെ കാരണം ഇവിടെ F6 സ്ക്വയർ ഇവിടെ ഈ ഒരു പോൺ കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ നൈറ്റ് ഇങ്ങനെ വന്നിട്ട് ഇവിടേക്ക് വന്നിട്ട് ഈ പോണിലേക്ക് പ്രഷർ കൊടുക്കുക. ഇതാണ് ബ്ലാക്കിൻ്റെ ഐഡിയ. ആഡംസ് ഇവിടെ നൈറ്റിനെ A3 കളിക്കുന്നു. ഇപ്പോൾ രണ്ട് ഐഡിയ ഉണ്ട്. ഒന്ന് B5 പോവാം, അല്ലെങ്കിൽ C2 സ്ക്വയറിലേക്ക് വന്നിട്ട് ഈ ഒരു പോണിനൊക്കെ വീണ്ടും പ്രൊട്ടക്ഷൻ നൽകുക. അന്നേരം ബ്ലാക്ക് പോൺ വെച്ച് വെട്ടുന്നു, പോൺ വെച്ച് തിരികെ വെട്ടുന്നു, നൈറ്റ് F5 കളിക്കുന്നു. അപ്പോൾ ഒന്ന് ഇവിടേക്കുള്ള പ്രഷർ കൂടി, തൽക്കാലം ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും ആ ഒരു നൈറ്റ് നല്ലൊരു സ്ക്വയറിലേക്ക് വന്നു. മാത്രമല്ല ബിഷപ്പിന് ഈ ഒരു നൈറ്റിലേക്ക് നേരെ അറ്റാക്ക് വേണം. അപ്പോൾ ഇവിടെ ആഡംസിന് ആ നൈറ്റ് കൊടുക്കാൻ ഒരു താല്പര്യമില്ല. അതുകൊണ്ട് നൈറ്റ് C2 കളിച്ചിട്ട് ഈ ഒരു പോണിന് അഡീഷണൽ പ്രൊട്ടക്ഷനും സെൻറ്ററിൽ ഈ ഒരു ഗ്രിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ബിഷപ്പ് E7, ആഡംസ് ക്യാൻസൽ ചെയ്യുന്നു, ബ്ലാക്കും ക്യാൻസൽ ചെയ്യുന്നു, ബിഷപ്പിന് D3 കളിച്ചിട്ട് ആ നൈറ്റിലേക്ക് അറ്റാക്ക് ചെയ്യുകയാണ്. ഇവിടെ ബ്ലാക്ക് പ്ലെയർ F6 കളിച്ചിട്ട് ആ സെൻറ്ററിലേക്ക് ഇവിടെ അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പോൾ സെൻറ്ററിലേക്ക് കൂടുതൽ പീസുകളെ കൊണ്ടുവരാനും ഈ റൂക്കിനെ ആക്ടിവേറ്റ് ചെയ്യാനൊക്കെയാണ് ഐഡിയ. ഇനിയിപ്പോൾ പോൺ വെച്ച് വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിഷപ്പ് വെച്ച് ഒന്ന് ആക്റ്റീവ് ആവും. ഇതൊക്കെയാണ് ബ്ലാക്കിൻ്റെ ഐഡിയ. ആഡംസ് ആ നൈറ്റിനെ വെട്ടിയെടുത്തു, തിരികെ വെട്ടിക്കഴിഞ്ഞപ്പോൾ ഇനി എന്താണ് ചെയ്യണം? പോൺ വെച്ച് വെട്ടുമോ? പോൺ വെച്ച് വെട്ടാൻ താല്പര്യമില്ല, കാരണം ബിഷപ്പ് ഇവിടെ ആക്റ്റീവ് ആവും. പകരം ബിഷപ്പ് F4 കളിച്ച് ആ ഒരു സെൻറ്ററിലുള്ള പോണിനെ സിമെൻറ്റ് ചെയ്യുന്നു. പോൺ വെച്ച് വെട്ടുന്നു, പോൺ വെച്ച് തിരികെ വെട്ടു. ഇനി D5 അറ്റാക്ക്. ബിഷപ്പ് E6 കളിച്ചിട്ട് ആ ഒരു പോണിനെ ഡിഫെൻഡ് ചെയ്യുന്നു. ഇപ്പോൾ ക്വീനിനെ D2 കളിക്കണം. അപ്പോൾ ആ D5 സ്ക്വയറിലേക്ക് കൂടുതൽ അറ്റാക്ക് കൊണ്ടുവരാൻ വേണ്ടി റൂക്കുകളെ കണക്ട് ചെയ്യാനാണ് ഇവിടെ ആഡംസിൻ്റെ ശ്രമം. റൂക്ക് C8. ഇപ്പോൾ റൂക്കും കളിയിലേക്ക് വരുന്നു. ജസ്റ്റ് കിങ് അവിടെ നിന്ന് മാറുന്നു, ഒരു ഡേഞ്ചറസ് ഡയഗണലിൽ നിന്ന് മാറി നിൽക്കുകയാണ്. H3 കളിക്കുന്നു, ക്വീൻ D7. അപ്പോൾ ക്യൂനും ബിഷപ്പും കൂടെ ഇവിടെ കോർഡിനേറ്റ് ചെയ്യാണ്. ഇനി റൂക്കുകളെയും കൂടെ നല്ല ഫയലിലേക്ക് കൊണ്ടുവരാൻ നോക്കുകയാണ്. കാരണം ഇപ്പോൾ റൂക്കിന് ഇങ്ങോട്ടേക്കൊരു വഴിയില്ല, കാരണം ഈ ഒരു സ്ക്വയർ എല്ലാം ഇപ്പോൾ ഇവിടെ വൈറ്റിൻ്റെ പരിധിയിലാണ്. നൈറ്റ് സെൻറ്ററിലേക്ക് വരുന്നു. ഇവിടെ ബിഷപ്പ് G8 കളിച്ച് ഇവിടെ കിങ്ങിനെ വെൽ പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഇങ്ങനെ തന്നെ ഇരിക്കണം. അപ്പോൾ ഇനി വേണമെങ്കിൽ ബാക്കി റൂക്കിനെ വെച്ച് ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ പോണിനെ തൊടാനും പറ്റില്ല. റൂക്കിനെ ഇവിടെ A7 കളിക്കുന്നു. ഇത് മോറോർലെസ് ഈക്വൽ പൊസിഷൻ തന്നെയാണ്. ഇവിടെ നൈറ്റ് വെച്ച് എടുക്കുന്നു, നൈറ്റ് വെച്ച് തിരികെ വെട്ടുന്നു. ഇവിടെ ബിഷപ്പിനെ C5 കളിക്കുന്നു. അപ്പോൾ എല്ലാവരും കറക്റ്റ് ആക്റ്റീവായിട്ടുള്ള മൂവ്സാണ് മൊത്തം ഇവിടെ ആഡംസും ഒപ്പോണൻറ്റും നിങ്ങൾ കളിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? ഈ നൈറ്റിനെ വെച്ച് തിരികെ ഓടിപ്പോവും. ആഡംസ് ഇവിടെ ബിഷപ്പിന് E3 കളിച്ചിട്ട് ഇവിടെ വീണ്ടും സെൻറ്ററിലേക്കുള്ള ഈ ഒരു പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. B6 കളിച്ചിട്ട് ബ്ലാക്ക് ഈ ഒരു ബിഷപ്പിനെ ഇവിടെ തന്നെ വെക്കാനാണ് ബ്ലാക്കിൻ്റെ ഉദ്ദേശം. കാരണം നല്ല പവർഫുൾ ആയിട്ടുള്ള സിമെൻറ്റ് ചെയ്തേക്കുവാണ് ആ ഒരു ബിഷപ്പിനെ. അപ്പോൾ നൈറ്റ് ഇവിടേക്ക് പോയിട്ട് ഇപ്പോൾ വീണ്ടും ഈ ഒരു ബിഷപ്പ്, ഈ ഒരു പവർഫുൾ ബിഷപ്പിനെ ഒരു രീതിയിൽ ചലഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ ക്യൂനും കൂടെ ഇവിടേക്ക് വന്നിട്ട് ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുകയാണ്. മാത്രമല്ല ക്യൂന് ഇവിടെ വരുന്നതോടെ ഈ ഒരു ബിഷപ്പിന് പ്രൊട്ടക്ഷൻ മാത്രമല്ല, ഈ ഒരു പോണിനും കൂടെ അറ്റാക്കാണ്. അപ്പോൾ രണ്ടിനും ഒരേ രീതി ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ബിഷപ്പ് D4. ഇനി ബിഷപ്പ് വെച്ച് വെട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് ക്യൂൻ എടുത്തു വന്ന് ഈ ഒരു പോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പോഴാണ് ക്യൂൻ H4 എന്നുള്ള മൂവ് ബ്ലാക്ക് കളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഐഡിയ എന്താണ്? പോണിനെ ഇവിടെ പുഷ് ചെയ്ത് ഇവിടെ F4 കളിക്കുക, F3 കളിക്കുക, ഈ പോണുകളെ ഡിസ്കണക്ട് ചെയ്യുക, H3 നേടുക. ഇതൊക്കെയാണ് ബ്ലാക്കിൻ്റെ ഐഡിയ. അപ്പോൾ അത് തടയാൻ വേണ്ടി ആഡംസ് നൈറ്റിനെ F4 കളിക്കുന്നു. അപ്പോൾ ഇനി പോൺ പുഷ് നടക്കില്ലല്ലോ. ബിഷപ്പ് E7 പോകുന്നു. അപ്പോൾ ഈ ബിഷപ്പ് E7 പോകുന്നതിനേക്കാളും കുറച്ചും കൂടെ നല്ല ഐഡിയ റൂക്കിനെ ഇവിടേക്ക് കളിക്കുന്നത്, റൂക്ക് F8 കളിക്കുന്നതായിരുന്നു. ഈ ബിഷപ്പിന് വളരെ നല്ലൊരു സ്ക്വയർ തന്നെയാണിത്. അത് മാത്രമല്ല ഈ ഒരു മൂവിൽ ഒരു പക്ഷേ ബിഷപ്പ് ഇവിടെ E7 കളിച്ചതോടെ ഈ ക്യൂവിന് തിരികെ പോകാനുള്ള സ്ഥലവും ഇവിടെ ഏകദേശം ബ്ലാക്കിൻ്റെ പീസുകളാൽ തന്നെ കൺജസ്റ്റഡ് ആണ്. ഇവിടെ ഇങ്ങോട്ട് വരാൻ പറ്റില്ല, കാരണം എന്താണ്? ആ പോൺ ഇവിടെ ഉണ്ട്. ബിഷപ്പ് ഈ ഒരു ക്യൂവിൻ്റെ ഈ ഡയഗണൽ അടച്ചു കളയുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര ആക്യുറേറ്റ് ആയിട്ടുള്ള മൂവ് അല്ല ബിഷപ്പ് E7 എന്നുള്ള മൂവ്. അപ്പോൾ G3 കളിച്ചു. അപ്പോൾ ക്യൂവിന് അധികം സ്ക്വയർ ഇല്ല എന്ന് ആഡംസിന് മനസ്സിലായി. അപ്പോൾ ക്യൂവിനെ ഓടിച്ചു വിടാൻ നോക്കുകയാണ്. ക്യൂവിന് H6 കളിക്കുന്നു. ഇവിടെ
H4 കളിക്കുന്നു. അപ്പോൾ കൂടുതൽ സ്ക്വയറുകൾ ഇവിടെ പരിധിയിലേക്ക് വരുത്തുവാണ് ഇവിടെ ആഡംസ്. B5 കളിക്കുന്നു. ഇപ്പോൾ വേറെ ഒന്നും തന്നെ ഇവിടെ കളിക്കാനില്ല. എന്ത് കളിച്ചാലും ഇവിടെ പ്രശ്നമാണ്. ജസ്റ്റ് ഇവിടെ ബിഷപ്പ് E6 പോലത്തെ മൂവൊക്കെ കളിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ആ ബിഷപ്പ് പോകുന്നേ ഉള്ളൂ. അല്ല, ഒരുപാട് നല്ല സ്ക്വയറുകളൊന്നും ഇവിടെ ബ്ലാക്കിനില്ല. അപ്പോൾ ഇവിടെ B5 കളിച്ചു. ഒരു പക്ഷേ B4 ഒക്കെ കളിച്ച് എന്തെങ്കിലും ഒരു മൂവ് ഉണ്ടാക്കാൻ നോക്കുകയാണ് ഇവിടെ ബ്ലാക്ക്. കുറച്ച് ക്രാമ്പ് പൊസിഷനാണ്. ഇപ്പോൾ ഈ ഒരു പോൺ ഭയങ്കര വീക്ക്നെസ് ആയിട്ട് പിന്നീട് വരാവുന്നതാണ്. ഈ ഒരു ബിഷപ്പാണ് ആകെ ഇവിടെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ആ ബിഷപ്പ് അവിടെ ഇരുന്നില്ലെങ്കിൽ പണിയാവുകയും ചെയ്യണം. അപ്പോൾ ബിഷപ്പിനെ കൊടുക്കാനും ബ്ലാക്ക് തയ്യാറില്ല. റൂക്ക് വെച്ച് വെട്ടുന്നു. ആഡംസ് റൂക്ക് C7 കളിക്കുന്നു. കാരണം പൊസിഷൻ ഭയങ്കര ബെറ്റർ ആണ് ഇവിടെ വൈറ്റിന്. അപ്പോൾ ഈ ഒരു റൂക്കിനെയും കൂടെ എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നല്ലൊരു പൊസിഷൻ ഇവിടെ ആഡംസിന് ഈ പൊസിഷൻ ഇങ്ങോട്ടേക്ക് കൂടുതൽ മുറുക്കാവുന്നതാണ്. അപ്പോൾ ക്യൂവിന് A6 കളിച്ചിട്ട് ഈ ഒരു റൂക്കിനെ ഡിഫെൻഡ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഒറ്റയടിക്ക് നമുക്ക് ഇവിടെ ഗെയിം ഫിനിഷ് ചെയ്യുന്നതാണ് കാണാൻ പറ്റുക. നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഇവിടെ വൈറ്റ് കളിക്കുന്നത് അല്ലെങ്കിൽ ആഡംസ് കളിച്ച ആ കിടിലൻ മൂവിനെ പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കാവുന്നതാണ്. നിങ്ങളാണ് എന്ത് ചെയ്യും? റൂക്ക് വെച്ച് റൂക്കിനെ എടുക്കുമോ, എന്നിട്ട് ഒരു എൻ ഗെയിമിലോട്ട് പോവുമോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മൂവ് കളിക്കുമോ? ഇവിടെ ആഡംസ് കളിക്കുന്ന മൂവ് കണ്ടു നോക്കിയാലോ, പോണിനെ E6 കളിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഉദ്ദേശം ഈ ഒരു ക്യൂവിനെ ഡിസ്കണക്ട് ചെയ്യുക. നിങ്ങൾ ചോദിക്കുക എന്തിനാണ് ഈ ക്യൂവിനെ ഡിസ്കണക്ട് ചെയ്യേണ്ടത്? കാരണം ഈ ഒരു ക്യൂവിനാണ് ഇവിടെ കിങ്ങിൻ്റെ പ്രൊട്ടക്ഷൻ എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് H6 നിന്ന് മാറിയതിന് ശേഷം ഒരുപാട് ഐഡിയാസ് ഇവിടെ വൈറ്റിന് കിട്ടുവാണ്. കാരണം എന്താണ്? ഇപ്പോൾ ഒരു റാൻഡം മൂവ് കളിക്കുകയെന്ന് വെച്ചാൽ ഇവിടെ ഈ പൊസിഷനിൽ E6ന് ശേഷം ആഡംസിൻ്റെ ഒപ്പോണൻറ്റ് റിസൈൻ ചെയ്തു. അപ്പോൾ ആലോചിക്കും ഇങ്ങനൊരു മൂവിന് ഇപ്പോൾ എന്താണ് E6 കളിച്ചാൽ തന്നെ എന്തിനാണ് ഇവിടെ ഒപ്പോണൻറ്റ് റിസൈനൊക്കെ ചെയ്യണം? കാരണം പോണിന് B4 കളിച്ചെന്ന് വെക്കുക. ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ ഒരു ബ്യൂട്ടിഫുൾ എൻഡിങ് കോമ്പിനേഷൻ ഉണ്ട്. നൈറ്റ് G6 ചെക്ക്. അപ്പോൾ ചെക്കാണ്. അപ്പോൾ ഈ ചെക്കിനെതിരെ ഇപ്പോൾ ഒന്നും തന്നെ ചെയ്യാനില്ലല്ലോ, വെട്ടിയെടുത്തല്ലേ പറ്റൂ. വെട്ടി. പക്ഷേ ഇനി എങ്ങനെയാണ് ഫിനിഷ് ചെയ്യുക? ക്യൂൻ H6 ചെക്ക്. അപ്പോൾ എന്താണ് ഉദ്ദേശം? പോൺ വെച്ച് വെട്ടാൻ പറ്റില്ല. കാരണം എന്താണ്? ബിഷപ്പ് ആ കിങ്ങുമായിട്ട് ലൈനപ്പ് ചെയ്തിരിക്കുകയാണ്. മറച്ചു കഴിഞ്ഞാൽ ചെക്ക് മേറ്റ് ആയി പോകും. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇപ്പോൾ പോൺ B4 അല്ലാതെ വേറൊരു മൂവ്, ഇപ്പോൾ ഈ ഒരു പോണിനെ ബിഷപ്പ് വെച്ചോ ക്യൂൻ വെച്ചോ ഒക്കെ എടുക്കാമല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? ബിഷപ്പ് വെച്ച് എടുത്തു കഴിഞ്ഞാലോ, ഇപ്പോൾ B4ന് പകരം ബിഷപ്പ് വെച്ച് എടുത്തു കഴിഞ്ഞാൽ ആദ്യം നൈറ്റ് G6 ചെക്ക് വരും. അപ്പോൾ ഇത് തന്നെ സംഭവിക്കും. അപ്പോൾ കിങ് അവിടെ വെട്ടിയെടുത്തു കഴിഞ്ഞാൽ നേരെ ഇതേ ലൈനിലോട്ട് പോകും. ഈ ഒരു ക്യൂവിനും ബിഷപ്പും കൂടെ ഉള്ള ലൈൻ വരും, ചെക്ക് മേറ്റ് ആയി പോകും. അതുകൊണ്ട് കിങ്ങിന് സ്പേസ് കൊടുക്കാനായിട്ട് G8 ഓടി രക്ഷപ്പെടാൻ നോക്കിയാലോ. ഇവിടെ ആദ്യം നൈറ്റ് വെച്ച് ബിഷപ്പ് വെച്ച് ചെക്ക് വെട്ടും. കിങ് മാറിക്കഴിഞ്ഞാൽ ആ റൂക്കിനെയും കൂടെ നേടും. അപ്പോൾ ഇനി തിരിച്ച് ആ ഒരു ബിഷപ്പ് വെച്ച് റൂക്കിനെ വെട്ടിയെടുത്തു കഴിഞ്ഞാൽ തൽക്കാലമുള്ള പുകയൊക്കെ കടന്നു എന്ന് ആലോചിക്കുമ്പോൾ ക്യൂൻ G5. അപ്പോൾ ഈ ത്രെട്ടിനെതിരെയും എല്ലാം പിടിച്ചു വയ്ക്കാൻ കുറച്ച് കഷ്ടപ്പാടായിരിക്കും. കാരണം ഇപ്പോൾ ഇൻ കേസ് ഇനിയിപ്പോൾ ക്യൂവിനിടയിൽ വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു കാര്യമില്ല, ജസ്റ്റ് ബിഷപ്പ് ഇവിടെ ഇരിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഇതെല്ലാം ഉള്ളതുകൊണ്ട് ഇവിടെ ബ്ലാക്ക് പ്ലെയർ റിസൈൻ ചെയ്യുകയാണ്. ഈ ഒരു മൂവിന് ശേഷം E6 എന്ന് പറഞ്ഞാൽ വളരെ ഡീപ്പായുള്ള മൂവിന് ശേഷം ഇവിടെ ബ്ലാക്ക് പ്ലെയർ റിസൈൻ ചെയ്യുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു ഗെയിം നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ പ്രായത്തിന് വളരെ മനോഹരമായി കളിക്കുന്ന കുറച്ച് എക്സെപ്ഷണൽ കേസുകളേ ഉള്ളൂ. നമ്മുടെ ആനന്ദ് കളിക്കുന്നുണ്ട്, അതുപോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്ലെയറാണ് ഇവിടെ മൈക്കിൾ ആഡംസ്. അപ്പോൾ ഈ ഗെയിമിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ഗെയിംസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം, അടുത്ത വീഡിയോയിൽ കാണാം.